നോക്കി പഠിക്കണം. ഇതാ കണ്ടോ? എങ്ങനെയുണ്ട്? ഇത് കരകാട്ടമല്ല, ഇതാണ് മുതുക്കി കൂത്താട്ടം. മുതുക്കിയാ? നീ ആടി മുതുക്കി, ഞാനാടി നീ ആടി മുതുക്കി. നിങ്ങളെന്തിനാ എന്റെ കാര്യത്തിലാണ് പറയുന്നത്? നിങ്ങളെന്താ? നിങ്ങളെന്താ? നിന്നെ കെട്ടിയോ? അതായത് എന്റെ അനിയൻ നിന്നെ കെട്ടിയതിനു ശേഷാടി എന്താണ് നിനക്കൊക്കെ പറ്റിയത്? എന്നെ നീന്ന് വിളിക്കുന്നോ? ഞാൻ നീന്ന് വിളിക്കും, ഞാൻ വിളിക്കും, എന്ത് വേണമെങ്കിൽ വിളിക്കും. നിനക്കെന്താടി? നീ പോയി പട്ടി. എന്നെ കെട്ടാനാണ്, ഇത് എന്റെ വീടാണ്. നീ എന്ത് പറയുമ്പോഴും സൂക്ഷിച്ച് സംസാരിക്കണം. ഇത് എന്റെ വീട്, അപ്പൊ ഞാൻ പറയുന്നത് ഇവിടെ നടക്കുള്ളൂ. ഇത് നിന്റെ വീടാണോ? അപ്പൊ ഞാൻ ജനിച്ചു കാണുന്ന വീട് ഏത് കാട്ടുകുട്ടിയാണ്? നീ വേണമെങ്കിൽ എന്റെ കെട്ടിയോന്റെ വീട്ടിൽ പോയിട്ട് പറഞ്ഞു കാണിച്ചാൽ മതി. എന്റെ വീട്ടിൽ വേണ്ട, സൗകര്യമില്ലടി. അല്ലെങ്കിൽ എന്റെ പെൺകൊന്നായ ഭർത്താവിന് അച്ഛൻ വീട്ടിൽ താമസിക്കാനില്ലേ? ആരാടി പെൺകൊന്തൻ? എന്റെ ഭർത്താവ്. ആരാടി പെൺകൊന്തൻ? എന്റെ ഭർത്താവ്. അതെ നീ ഒരു കാര്യം ആലോചിക്കണം. എന്റെ അനിയൻ, അതായത് നിന്റെ കെട്ടിയ ശേഷം പെൺകൊന്തനായത്. അയ്യടാ, എന്റെ ഭർത്താവല്ല, നിന്റെ ഭർത്താവാണ് പെൺകൊന്തൻ. അല്ലെങ്കിൽ നിന്റെ ഭർത്താവ് എന്റെ ഭർത്താവാണ് പെൺകൊന്തൻ. പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ എന്റെ അനിയനാ, എന്റെ വാക്കാവൻ കേൾക്കും. നിങ്ങൾ ഇതിന് വേണ്ടിയിട്ടാണ് എന്നെ കെട്ടിയത്. ഈ പെണ്ണിന്റെ വായിലിരിക്കുന്നൊക്കെ കേട്ടി ഇവിടെ സഹിച്ച് ജീവിക്കാൻ. എന്നെ പെണ്ണ് അവരുടെ മര്യാദ പഠിപ്പിച്ചെടുക്കാൻ ചേച്ചി കളിക്കാൻ പറയണ. അനാവശ്യം പറയരുത്. ആവശ്യമാണ് വെക്കിട്ട് തരേണ്ടല്ല. എന്റെ സ്വഭാവം മാറും. എന്താ ചേച്ചിയല്ലടാ? നിലത്ത് വെക്കാതെ നിലത്ത് വെച്ചാ എന്തായിരിക്കും? ഉറപ്പായിരിക്കും. തലയിൽ വെച്ചാ പേനയിടിച്ച് ഞാൻ ഒക്കെ വെച്ചിട്ടില്ലടാ വളർത്തിയത്. എന്നിട്ടൊരു വെള്ളാച്ചി വന്നപ്പോ നിനക്ക് എന്നെ വേണ്ടല്ലടാ. അല്ലെങ്കിൽ സ്നേഹമില്ലല്ലോട്. ചേച്ചി താഴെ എന്നെ വെച്ച എറും ഭരിക്കും. ചേച്ചി തല വെച്ച പേരിക്കും വളർത്തിയതാ. നീ പറഞ്ഞ ചേച്ചി വളർത്തൂടാ. അപ്പൊ നിങ്ങൾക്ക് എന്നെക്കാട്ടിലും ഇഷ്ടം ഈ ചേച്ചിനാണല്ലേ? ഞാൻ അവസരമായിട്ട് പറയാം. ഇനി അവളുടെ മെക്കിട്ട് കയറിയാണ് എന്റെ സ്വഭാവം വരും. അവൾ പുറത്തു വന്നിട്ടാണ്. ഇവളല്ല ഈ വീട്ടിൽ പുറത്തു പോകണ്ട. ചേച്ചിയെ പുറത്തു പോകണ്ട. പോ. വട്ട് നിങ്ങൾ 3 പേർക്ക് വട്ട് പ്രാന്ത് പിടിപ്പിക്കാൻ തല്ലൂടാ. അമേരിക്കയിൽ നിന്ന് ഒരു ടീം നമ്മുടെ പരിപാടി ബുക്ക് ചെയ്യാൻ വേണ്ടി ഇന്ന് വരുന്നുണ്ട്. അമേരിക്ക പറഞ്ഞില്ലേ? എന്തിനാ കെട്ടിയൊരുക്കി നിൽക്കാൻ പറഞ്ഞ അറിയോ? അവര് വന്ന് നമ്മളെ കണ്ട ഉടനെ ഇഷ്ടപ്പെട്ട അപ്പൊ തന്നെ അമേരിക്കയിൽ കൂട്ടി കൊണ്ടുപോകണം. മനസ്സിലായില്ലേ? നിന്റെ ഹണിമൂണല്ല, നിന്റെ ഷഷ്ടി പൂർത്തി. ചേച്ചി അവസാനമായിട്ട് ഞാൻ കാര്യം പറയും. അവര് വരുമ്പോ നിങ്ങൾ ഞാൻ പഴപ്പണ്ടായിക്കൊണ്ടതല്ല, അടിച്ച് തലമണ്ട പൊട്ടി കൊടകൊണ്ടൊന്നും ഞാൻ നോക്കൂല. പണ്ടും ഒരു സിസ്റ്റേഴ്സ് അല്ലേ? American sponsor. Hi, I'm Remy. And I'm Tommy. Yes, Remy Tommy. Remy Tommy. Remy Tommy. Feel Remy? Tommy. Yeah. By the way, ഞങ്ങൾ കേരളം മൊത്തം തേടി നടന്നു. നിങ്ങളെ അല്ല, നിങ്ങൾ കേരളം മൊത്തം എന്തിനാ ഞങ്ങളെ തേടി നടത്തുന്നത്? ഞങ്ങൾ ഇവിടെ ഇല്ല. നിങ്ങൾ അയ്യോ അതല്ല, ഞങ്ങൾ കരകാട്ടക്കാരെ തേടി നടത്തുന്നാ പറഞ്ഞത്. അപ്പോൾ എന്റെ ഫ്രണ്ട് റിയാണ് റെക്കമെൻഡ് ചെയ്തത് നിങ്ങളെ. Can you believe it? അതിനെങ്ങനെയാ ഞങ്ങൾ ഇപ്പോഴല്ലേ വന്നത്? പിന്നെ നിങ്ങൾ എങ്ങനെ കേൾക്കാനാ? By the way, അമേരിക്കയിൽ ഇതുവരെ ആരും കരകാട്ടം കളിച്ചിട്ടില്ല. Our plan is നിങ്ങളെ കൊണ്ട് ട്രംപിന്റെ മുന്നിൽ കരകാട്ടം കളിപ്പിക്കുന്നു. അങ്ങനെ നമ്മൾ ട്രംപിന്റെ മുമ്പിൽ
പക്ഷെ പൈസയുടെ കാര്യത്തിലൊരു കോംപ്രമൈസ് എന്റെ അറിയാം അവസാനം ഒരു അവസരം വരുമ്പോ വെറുതെ പൈസ കാര്യം കൂടെ ചറവൊക്കെ അല്ല പൈസയുടെ കാര്യത്തിൽ നമ്മൾ ഇവരുടെ കൂടെ വർത്താൻ പാടില്ല. അല്ല ഈ പൈസ കോംപ്രമൈസ് ഇല്ല. ഒരാൾക്ക് 250 രൂപ. 250 രൂപ. ചേച്ചി ഞാൻ അമേരിക്ക എവിടെ വരൂ ആ മലപ്പുറത്ത് തന്നെ പുറത്ത് ഞാൻ അപ്പഴേ പറഞ്ഞ ഈ ഓൾഡ് ജനറേഷൻ പീസസിനൊക്കെ വീട്ടിൽ അടിച്ചു പുറത്തിറക്കാൻ ഓൾഡ് ജനറേഷൻ നിങ്ങൾ തന്നെ ഓൾഡ് ജനറേഷൻ നിങ്ങൾ തന്നെ അവിടെ വഴക്കുണ്ടോ അവര് വഴക്കുണ്ടാക്കിയില്ല ഇത് ഞങ്ങളെ പ്രാക്ടീസാ ഇംപ്രസ്ഡ്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. എന്നാ സാർ എനിക്ക് ആക്ച്വലി നിങ്ങളിൽ രണ്ടുപേരെ മാത്രമേ അമേരിക്കയിൽ കൊണ്ടുപോകാനാകൂ. രണ്ടുപേര് മാത്രമല്ലേ ഞങ്ങൾ പോയിട്ടില്ല ഈ തലയിലെ അവിടെ പോയിട്ട് കരകാട്ടം കളിക്കാൻ പോണേ അതെന്താ ഈ തലയെ വെട്ടിയെടുത്തില്ലേ അതിനെങ്ങനെ എന്റെ തല തിരിച്ചു വെട്ടാൻ പോണു ചെയ്തു കൈ ആദ്യം വെട്ടിയെടുത്തില്ലേ കഴിക്കാൻ പ്രശ്നമില്ല ഞാൻ വെട്ടൂലോ നീ വെട്ടാൻ പറ്റില്ലേ ആ വെട്ടാത്തി കൊണ്ട് ഞാൻ നിന്റെ കണ്ണും മൂക്കും ഇവർ ഇത്ര നല്ല അവസരം ഉണ്ടാക്കിയ സമയത്ത് നീ എന്തിനാ എങ്ങനെ തല്ലൂടണേ? എടാ അളിയ, അമേരിക്കയിലേക്ക് ഒരു ടീം പോവും. അതെ ഇവരെ കരങ്ങാട്ടും കൊള്ളില്ല. നിങ്ങൾ ബെസ്റ്റ് പൊള്ളു തന്നോ അപ്പൊ നിങ്ങൾക്ക് പിടിച്ചു മാറ്റിയാലും അയ്യോ അത് പറ്റില്ല മ്യൂസിക്കിന്റെ പിന്നെ ഞങ്ങൾ ഭയങ്കര വളത്തില്ല അല്ല എന്താ പ്രശ്നം ആക്ച്വലി ഞങ്ങൾ ഞങ്ങളാണ് നിങ്ങൾ 4 പേരെ ഞങ്ങൾ കൊണ്ടുപോകാന്ന് നോക്കാം പക്ഷെ നിങ്ങളുടെ സ്പെഷ്യൽ പെർഫോമൻസ് ഞങ്ങൾക്ക് ഒന്ന് കാണാനായിട്ട് സ്പെഷ്യൽ പെർഫോമൻസ് എത്ര ഉണ്ടെന്ന് ചോദിക്കും ഞങ്ങൾ കാണിച്ചു തരാം ഫസ്റ്റ് മ്യൂസിക് പക്ഷെ ഒരു കുഴപ്പമുണ്ട്. ഞങ്ങൾ ഈ പ്രോഗ്രാം നടത്തുന്ന ഒരു ക്രിസ്ത്യൻ ചർച്ചിന് വേണ്ടിയിട്ടാണ്. അതെന്താ സാറേ അതിന് ഏറ്റവും ഐറ്റം ഞങ്ങൾ കയറുണ്ട് എന്റെ അടുത്തു നിൽക്കുവാൻ യേശുവിന്റെ എന്റെ ദുരിതമെല്ലാം അവനെടുക്കും പൊറുതമാണോനെ അവൻ അണിയുന്ന മുൾമുടി അവൻ ഇനി നമുക്ക് നല്ലൊരു സമയമെല്ലാം അവനെ വിളിച്ചു ചൊല്ലുക. ഇത് മാത്രമല്ല നിങ്ങൾക്ക് പലമാറിലെ സൈഡിലെ പേഷ്യന്റ് കളിക്ക് അമ്മാതിനായിട്ട് ഞങ്ങൾ കയറുണ്ട് കാര്യം കൊടുക്കണ പക്ഷേ ഒരു അമേരിക്കയിലുണ്ടെങ്കിൽ കുറച്ചുകൂടി വെറൈറ്റി വേണം. ആക്ച്വലി ലാസ്റ്റ് ഇയർ ഞാൻ വൈറ്റ് ഹൗസിൽ വെച്ചൊരു നാടകം കളിച്ചു. വൈറ്റ് ഹൗസ് ജോർജ് ബുഷ്. ജോർജ് ബുഷ് അത് കണ്ടിട്ട് എനിക്ക് മോൾക്ക് ഫ്രീ ആയിട്ട് 25 വർഷത്തെ വിസ ഫ്രീ ആയിട്ട് തന്നു. വിസ ഫ്രീ ആയിട്ട് സാറേ അപ്പൊ അതുപോലെ ഞങ്ങളോട് കാണിക്കാം ഞങ്ങൾക്ക് എന്തെങ്കിലും ഫ്രീ ആയിട്ട് അങ്ങനത്തെ ഒരു നാടകവും നിങ്ങളുടെ കരകാട്ടവും കൂടി ക്ലബ് ചെയ്യാനാണ് എന്റെ പ്ലാൻ. ഒരു എക്സാമ്പിൾ എന്തെങ്കിലും കാണിക്കുന്നത് ഞങ്ങൾ വിളിച്ചോ സ്റ്റോറി ഇങ്ങനെയാണ്. ഒരു അമേരിക്കൻ പട്ടാളക്കാരൻ ഇറാഖ് അമേരിക്കക്ക് അഗേൻസ്റ്റ് വെച്ചിരിക്കുന്ന ഒരു ഉടമ്പടി കണ്ടുപിടിക്കാനായി ഇറാഖിൽ നുഴഞ്ഞു പോകും. ഉടമ്പടി യെസ്. ഒരു നിലാവില്ലാത്ത കറുത്ത രാത്രി ഒരുപാട് വെടി നുഴഞ്ഞു
ഉടമ്പടി അതിന്റെ ഉള്ളിലുണ്ട് യോ. അമേരിക്ക കത്തിക്കാൻ ഇതാക്കി വെച്ചിരിക്കുന്ന താങ്ക് യു അല്ല മനുഷ്യ എന്താ ഉടമ്പടി കോപ്പ് അങ്ങേരുടെ ഇറാഖിന്റെ ഒടമ്പടി എടോ മനുഷ്യ ഇത് പാസ്പോർട്ടാ നമ്മള് ഞാൻ അമേരിക്ക പോകാ ഞങ്ങൾ ഇനി എങ്ങനെ ജീവിക്കും അമേരിക്ക പോകാതെ എന്റെ പാസ്പോർട്ട് പേടിക്കണ്ട നിങ്ങൾക്ക് ജീവിക്കാൻ വേറെ വഴിയില്ലെങ്കിൽ ഞങ്ങൾ കൂടെ കൂടിയേക്ക് പോലെ കൊടുക്കണി എടുത്ത് വെക്കണേ അവരെ തലയ്ക്ക് തുടങ്ങിക്കോ പേടിക്കണ്ട